സ്വതസിദ്ധമായ പുഞ്ചിരി ചുണ്ടിലൊളിപ്പിച്ച് നർമ്മ സംഭാഷണത്തിലൂടെ സഹപ്രവർത്തകർക്ക് ജീവസാന്നിധ്യമായി മാറി തുമ്പപ്പൂവിൻ്റെ നൈർമല്യം പോലെ നിഷ്കളങ്കത വ്യക്തിത്വത്തിൻ്റെ തിലകക്കുറിയാക്കി മാറ്റി അധ്യാപനമെന്ന പുണ്യപ്രവൃത്തിയെ ജീവന് തുല്യം സ്നേഹിച്ച ഷൈനി ടീച്ചറിനെ നന്ദിയോടെ ആദരവോടെ സ്മരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ വാഴൂർ അരിക്കത്താഴത്ത് AT കുരുവിളയുടെയും മറിയമ്മ കുരുവിളയുടെയും 4 മക്കളിൽ മൂത്ത മകളായിട്ടാണ് 1969 മെയ് മാസം 28-ാം തീയതി ടീച്ചറുടെ ജനനം. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ വിശുദ്ധിയും കുലീനത്വവും ബുദ്ധിശക്തിയും ആർജവത്വവും നന്നേ ചെറുപ്പത്തിൽ തന്നെ ഷൈനി ടീച്ചറിൽ പ്രകടമായിരുന്നു. തിരുഹൃദയ ദേവാലയ ഇടവകാംഗമായിരുന്ന ടീച്ചർ തികഞ്ഞ ഈശ്വരവിശ്വാസി കൂടിയായിരുന്നു. വിശ്വാസം എന്നത് എൻ്റെ ജീവിതമാണെന്ന് ടീച്ചർ ഉറച്ചു വിശ്വസിച്ചു. സെൻറ് മേരീസ് GHS കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാഭ്യാസവും വാഴൂർ SVRV NSS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും കേരള ഹിന്ദി പ്രചാരക് സഭ തിരുവനന്തപുരത്ത് നിന്ന് ഹിന്ദി ട്രെയിനിങ്ങും പാസ്സായ ടീച്ചർ 1998-2001 കാലഘട്ടം വരെ സെന്റ് ആൻസ് LP ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായും 2001 കുര്യനാട് സെന്റ് ആൻസ് UP വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപികയായും തുടർന്ന് 2002 KTGM എടമറ്റം സ്കൂളിൽ UP വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപികയായും ജോലിയിൽ പ്രവേശിച്ചു. 2003 CCM കരിക്കാട്ടൂരിൽ UP വിഭാഗത്തിൽ സ്ഥിര നിയമനത്തിലും ജോലിയിൽ പ്രവേശിച്ചു. 2004 KTGM എടമറ്റം സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ താൽക്കാലിക നിയമനത്തിലും 2005 മുതൽ 2007 വരെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്ഥിര നിയമനത്തിലും പാലമ്പ്ര അസംഷൻ സ്കൂളിൽ ജോലി ചെയ്തു. 2007 ജൂൺ മുതൽ തുടർന്നിങ്ങോട്ട് ഔദ്യോഗികമായി വിരമിക്കുന്ന ഈ നാളുകൾ വരെ സഹപ്രവർത്തകരോടും കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും മഹിമയുള്ള ഭാവത്തോടെ പെരുമാറുവാനും കലാകായിക മേളകൾ, മത്സരങ്ങൾ, പാഠ്യേതര പദ്ധതികൾ, സ്കൂൾ വിനോദയാത്രകൾ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ത്യാഗപൂർവം ഏറ്റെടുത്ത് സ്കൂളിൻ്റെ പ്രശസ്തിയും നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാനും സ്ഥാപന അധികാരികളോട് തികഞ്ഞ വിധേയത്വം പുലർത്തുവാനും ഷൈനി ടീച്ചർ എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നു. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് ചെയ്യുന്ന കർമ്മങ്ങളോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്നു. പുതുതലമുറയിലെ കുട്ടികൾക്ക് ഹിന്ദി എന്നും സങ്കീർണമാണ്. ഈ സങ്കീർണതകളെ ഭേദിച്ചുകൊണ്ട് വളരെ രസകരവും ആസ്വാദികരവുമായ വിധത്തിൽ അനായാസമായി രാഷ്ട്രഭാഷയെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിൽ ഷൈനി ടീച്ചർ എന്നും മികച്ചു നിൽക്കുന്നു എന്നതിൽ സംശയമില്ല. കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 2007-2011 വരെ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡിനും ശ്രീമതി ഷൈനിയെ കുരുവിള അർഹയായി. ടീച്ചറുടെ ജീവിതത്തിലെ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നേട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പൈതൃകമായി ലഭിച്ച അർപ്പണബോധവും ശാലീനതയും ഷൈനി ടീച്ചർ എന്ന വിശിഷ്ട വ്യക്തിത്വത്തെ അനുസരിയാക്കുകയാണ്. ഭർത്താവ് സെന്റ് ഗ്രിഗോറിയോസ് മണ്ണാർകുന്ന് ഇടവകാംഗമായ പഴയപുരയ്ക്കൽ വീട്ടിൽ ടോമി ജോസഫ്, മക്കളായ എബിൻ ടോമി, ജൂബിൻ ടോമി, ആൽഫിയ ടോമി, ഇവരും ടീച്ചറിന്റെ ഔദ്യോഗിക അനൗദ്യോഗിക ജീവിതത്തിന് കാവലും കരുത്തുമായി എന്നും ഒപ്പമുണ്ട്. കൂട്ടിച്ചേർക്കുവാൻ ചരിത്രത്തിന്റെ ഏടുകൾ ഇനിയും ബാക്കിയുണ്ട്. അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ് എങ്കിലും ഇവർ ഇനിയും നിറവേറ്റേണ്ട നിയോഗങ്ങൾ നിരവധിയാണ്. ചരിത്ര ഏടുകളിലെ സുവർണ ലിപികളാകുവാൻ ഇവർക്ക് കഴിയട്ടെ. ഇവർക്ക് നമുക്ക് ആശംസകളേകാം, പ്രാർത്ഥന, ഭാവുകങ്ങൾ അർപ്പിക്കാം.